ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല. നിങ്ങൾ ഇവിടുന്ന് പോയേ പറ്റൂ. നീ ഇപ്പൊ നിന്റെ ഭാര്യയുടെ തലേണ മന്ത്രത്തിൽ മയങ്ങി പൂസായി കിടക്കുവാ. അത് ശരിയാ. ഇപ്പൊ ഞാൻ പറയുന്ന പ്രിയയ്ക്കും പ്രിയ പറയുന്നത് എനിക്കും മനസ്സിലാവും. അതിന് കാരണം ഇടയ്ക്കുന്ന് കുത്തിത്തിരിപ്പുണ്ടാകാനേ നിങ്ങളില്ലാത്തോണ്ടാ. ഇവര് പിന്നെയും വന്നതേ നമ്മളെ തമ്മിൽ തെറ്റിക്കാനാണെന്നാ തോന്നുന്നേ. നിങ്ങൾ ചക്കര ഈച്ചയം പോലെ ജീവിച്ചോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഞാൻ വന്നത് ഒരു വിശ്രമ ജീവിതത്തിനാ. വിശ്രമ ജീവിതോ? ആ അതെ, റെസ്റ്റ്. നിങ്ങളെ റെസ്റ്റ് മിസ്സാൻ കേട്ടോ. എടാ, ഞാൻ ഇത്രയും കാലം അടുക്കള പണി ചെയ്തും കണ്ടവന്റെ വിഴിപ്പലകയും തളർന്ന്. എന്റെ മക്കളെ, ഇനി കുറെ കാലം റെസ്റ്റ് എടുത്തേ പറ്റൂ. എന്റെ അമ്മേ, ഇതെന്റെ ഭാര്യ വീടാ. അതെ, ഭാര്യയുടെ വീട്ടില് യാതൊരു ഉളുപ്പില്ലാതെ നീ ജീവിക്കല്ലേ. ആ, മോൻ താമസിക്കുന്നിടത്ത് അമ്മയ്ക്കും താമസിക്കാം. ഇതൊരു ഇടുത്തി വീട് പോലെ ആയാലൂടി പ്രിയേ. നിന്റെ വീട് പണിയും കഴിഞ്ഞ് ഞാൻ ആ വീടിനകത്ത് കയറി ഒരു ദിവസമെങ്കിലും താമസിച്ചിട്ടേ പോകും. നടക്കും. അത് മാത്രമല്ല, വേറെയും ചില ലക്ഷ്യം കൂടെ എനിക്കുണ്ട്. എന്ത് ലക്ഷ്യം? നിന്റെ ആങ്ങള വളരെ നല്ലവനാ, രാജു. അവനും ആ മന്ത്രിയുടെ മോളുമായിട്ട് മുടങ്ങിയ കല്യാണം ഈ കൊച്ചമ്മണി നടത്തും. ആ മന്ത്രിയുടെ വീട്ടിൽ ഞാൻ ഒരാഴ്ച താമസിക്കുകയും ചെയ്യും. അമ്മ, ഈ കല്യാണം നടക്കാൻ പാടില്ല. അത് നടന്ന നഷ്ടം നമുക്കാ. എന്ത് നഷ്ടം? ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടല്ലേ. എന്റെ അളിയന്റെ കല്യാണം ഞാൻ നടത്തിക്കോളാം. അപ്പൊ അതിലെന്തോ ഒരു കോളുണ്ടല്ലോ. ആ, നീയല്ലയോ കക്ഷി. ഒരു കാര്യം സത്യോ, നീ ഇവിടെ കിടന്ന് എത്ര കയറ് പൊട്ടിച്ചാലും ശരി, ഞാൻ ഇവിടുന്ന് പോകത്തില്ല. നമ്മൾ എന്ത് ചെയ്യടി പ്രിയേ? സഹിച്ചു. ഇതിന്റെ എല്ലാ അണിയറ ശില്പികൾ ദീപക്കും ചേച്ചിയോ, അതിന് യാതൊരു സംശയം വേണ്ട. എത്ര വില കുറഞ്ഞ ഏർപ്പാടാ ചേച്ചി ദീപകിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഹൃതിക മോളെ വേദനിപ്പിക്കണം, ഒറ്റപ്പെടുത്തണം. രാജുവിനെ എങ്ങനെയെങ്കിലും നാണം കെടുത്തി ഇവിടുന്ന് പുറത്താക്കണം. അതിന് വെക്കുന്ന കെണികളാ ഇതൊക്കെ. അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവില്ലേ ഇതൊക്കെ. ആ ക്യാഷ് എടുത്തിരിക്കുന്നത് ദീപക് തന്നെ ചെറിച്ച. അമ്മായി അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരിക്കും. രാജു ക്യാഷ് എടുക്കാൻ അകത്തേക്ക് പോയ സമയം മുതല് അറിയാതെയാണെങ്കിലും ഞാൻ ചേച്ചിയും ദീപകിനെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. അപ്പോഴേ ഞാനൊരു അപകടം മണത്തതാ. ഒന്നാമത്തെ ആ ചെറുക്കൻ ചെറുപ്പം മുതലേ ക്രിമിനലാ. അവനെ നന്നാക്കുന്നതിന് പകരം ചേച്ചി അവനെ കൂടുതൽ വഷളാക്കുക. ആ ക്യാഷ് എടുത്തത് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം ചെറിച്ച.